തൊടുപുഴ ന്യൂമാൻസ് കോളേജ് പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിക്ക് കുറ്റച്ചാർജ് തയ്യാറാക്കി കഴിഞ്ഞു. ഒന്നാം പ്രതി സവാദിനെ ആ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിട്ട് NIAക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2010 മാർച്ച് 23 തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ BCom പരീക്ഷയിൽ മലയാള പേപ്പറിൻ്റെ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ കൈവെട്ട് കേസിലേക്ക് ചെന്ന് അവസാനിച്ചത്. ആ ചോദ്യപേപ്പറിനകത്ത് മുസ്ലിം സമുദായത്തിനെ ഹനിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു ആക്ഷേപം. അതുകൊണ്ട് ആ ചോദ്യം എഴുതിയ പ്രൊഫസറെ കൈവെട്ടാൻ തീരുമാനമെടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഏകദേശം 10-40ഓളം ആൾക്കാർ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ എത്തി. അതിലെ ഒന്നാം പ്രതി സവാദ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വലിച്ചു നീട്ടിയിട്ട് ഒരു മഴു കൊണ്ട് വെട്ടിയെറിഞ്ഞു. UAPA ടെററിസ്റ്റ് ആക്ടിൻ്റെ അനുസരിച്ചുള്ള ഗൂഢാലോചനയും കേസുകളും ഒക്കെ ചേർത്ത് NIA ആ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയും 2011 ഏറ്റെടുത്ത് അതിനകത്ത് 19 പേർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. 24 പേരെ വെറുതെ വിടുകയും ചെയ്തു. ഒന്നാം പ്രതി സവാദ് ഉൾപ്പെടെ കുറേ പേര് ഇപ്പോഴും ഒളിവിലാണ്. പക്ഷേ ഒന്നാം പ്രതി സവാദിനെ 14 വർഷത്തിന് ശേഷം മട്ടന്നൂരിൽ നിന്ന് NIA കോടതിയിൽ പിടിച്ച് ഹാജരാക്കുകയാണ് ഉണ്ടായത്. ഈ കേസിനകത്ത് NIAയുടെ കുറ്റച്ചാർജിനകത്ത് സവാദ് പ്രൊഫസർ ജോസഫിൻ്റെ കൈ വെട്ടിയ ശേഷം അടുത്ത കോമ്പൗണ്ടിലേക്ക് കൈ വലിച്ചെറിഞ്ഞതായിട്ടാണ് ആ കുറ്റച്ചാർജിനകത്ത് പറയുന്നത്. സവാദിനെ കിട്ടിയില്ല. സവാദ് ഒളിവിൽ പോയി സംഭവത്തിന് ശേഷം. കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അത് NIA ഏറ്റെടുക്കുകയായിരുന്നു. 14 വർഷത്തോളം ഒളിവിൽ താമസിച്ചു. പക്ഷേ 2024 ജനുവരി 10 കണ്ണൂർ മട്ടന്നൂർ അവിടെ ഒളിച്ചു താമസിക്കുന്ന സവാദിനെ NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഷാജാൻ എന്ന പേരിലായിരുന്നു അവിടെ ഒളിച്ചു താമസിച്ചുകൊണ്ടിരുന്നത്. കണ്ണൂർ മട്ടന്നൂർ ബിറാം എന്ന സ്ഥലത്തായിരുന്നു അത്. അവിടെ ഭാര്യയും കുട്ടികളുമായിട്ട് ഒരു വീട്ടിൽ ഒളിച്ച് ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ വർഷങ്ങളായിട്ട് താമസിക്കുന്നു. പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ട് സുരക്ഷിതമായിട്ട്. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന സവാദിൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ആശാരി പണി ചെയ്ത് കൊടുക്കും. വാതിലും ഒക്കെ പണിത് അവിടുന്ന് കൊടുക്കും. പണിക്കെങ്ങും പോവില്ല. ഒളിവിൽ തന്നെ വീട്ടിലിരുന്ന് പണി ചെയ്ത് കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. സവാദിനെ സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതും അവിടെ ഷാഫർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇയാൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും പ്രൊട്ടക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്തത്. അത് NIA കണ്ടെത്തി. UAPA അനുസരിച്ച് ഈ ഷാഫറിനെയും അവരെ അറസ്റ്റ് ചെയ്ത് കേസിൽ പ്രതിയാക്കുകയും ചെയ്തു. ഈ കേസിൻ്റെ അന്വേഷണം NIA 2011 ഏപ്രിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഒന്നാം പ്രതിയായ സവാദിന് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപയുടെ റിവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും UP യിലുമൊക്കെ NIA മുസ്ലിം സമുദായം കൂടുതൽ താമസിക്കുന്ന ഏരിയയിലെല്ലാം, ചെന്നൈയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും UP യിലും ഡൽഹിയിൽ പല സ്ഥലത്തുമൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. പക്ഷേ ആൾ സ്ഥലത്ത് തന്നെയുണ്ട്, മട്ടന്നൂർ തന്നെയായിരുന്നു. പക്ഷേ ട്രേസ് ചെയ്യാൻ ഏകദേശം സംഭവത്തിന് ശേഷം 14 വർഷം എടുത്തു എന്നുള്ളതാണ്. ഈ കേസിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റച്ചാർജ് ഇപ്പം കോടതി കൊടുത്തു കഴിഞ്ഞു.
ഇനിയും ചില ആൾക്കാർ അന്ന് ഒളിവിൽ പോയവരെ ഇനി ചിലരവിടെ കിട്ടാനുണ്ട്. 24 പേരെ ആ കേസിനകത്ത് വെറുതെ വിട്ടിട്ടുണ്ട്. 19 പേരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 19 പേരെ ശിക്ഷിച്ചത് കൂടാതെ ഇപ്പോൾ 20ാമത്തെ ആളെ NIAയുടെ കുറ്റച്ചാർജാണ് ശിക്ഷിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ കൃത്യത്തിന് മുന്നിൽ നിന്നതും അത് കൈക്കോടാലി കൊണ്ട് മഴുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് നീട്ടി 2-3 പേര് പിടിച്ചു വലിച്ചിട്ട് ആ കൈ വെട്ടിക്കളഞ്ഞു. ആ കൈ കൊണ്ടാണ് അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി എന്നാണ് മുഹമ്മദ് അബിക്ക് എതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. മതപരമായ അവഹേളനം നടത്തി എന്ന് തീരുമാനിച്ചിട്ടാണ് EAPA പോപ്പുലർ ഫ്രണ്ടിൻ്റെ പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിക്കൊണ്ടുപോയത്. എന്തായാലും ഇപ്പോഴാ NIA കോടതിയിലെ ട്രയൽ തുടങ്ങുകയാണ്. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റച്ചാർജ് കോടതി കൊടുക്കുകയും അദ്ദേഹം 2024 മുതൽ 10 അറസ്റ്റ് ചെയ്ത ശേഷം ജയിലിൽ തന്നെ കഴിയുകയാണ്. ജാമ്യം കിട്ടിയിട്ടില്ല. ട്രയൽ ഉടനെ നടക്കുമെന്ന് കരുതുന്നു.